നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടാ ഏട്ടാ വേഗം വണ്ടി എടുത്തേ. ആന്താടാ നിനക്ക് ലഞ്ച് വേണ്ടേ? ഒന്നും വേണ്ട, ഏട്ടാ വേഗം വണ്ടി എടുക്ക്. ഈ ലഞ്ച് ബോക്സ് ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ശരിയാവില്ല. അതെന്താടാ? അതൊക്കെ പറയാം, വണ്ടി എടുക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല, അത്രയ്ക്ക് വയ്യാഴികയൊന്നും എനിക്കില്ല. എന്താ ഇത്, സാമ്പാറാണ്? അതെ. എങ്ങനെയുണ്ട് മാഡം? അസലായിട്ടുണ്ട്. താങ്ക് യു മാഡം. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാരന്റ്സ് മീറ്റിംഗിന് അവതരിപ്പിക്കാനുള്ള ചില വിഷയങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ശരി മാഡം. മാഡം, കുട്ടന് അപകടം സംഭവിക്കുമ്പോ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ മാഡം? കുട്ടൻ ഓടിച്ചിരുന്ന കാറ് മറ്റാരെങ്കിലും ഇടിച്ചിരുന്നോ? ഏയ് ഇല്ല, ഞങ്ങളുടെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തുപറ്റി? ദേവിക എന്താ ഇപ്പൊ ഇതേപ്പറ്റി ചോദിച്ചേ? അല്ല, ഇന്നലെ ഉറക്കത്തില് കുട്ടൻ ഏതോ അപകടത്തെക്കുറിച്ച് അവ്യക്തമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ആക്സിഡന്റില് വേറെ ആരോ ഉൾപ്പെട്ട പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാ. വേറെ ആരാ? അവൻ ഏത് ആക്സിഡന്റിനെ കുറിച്ചാ പറഞ്ഞേ? അത് കുട്ടൻ ഉറക്കപ്പിച്ചില് പറഞ്ഞല്ലേ മാഡം. മാഡം അത് വിട്ടേക്ക്, കാര്യാക്കണ്ട. അബി, വേഗം വാടാ. ഋഷി, ലഞ്ച്. എനിക്കൊന്നും വേണ്ട. എന്നോടുള്ള ദേഷ്യം എന്തിനാ ആഹാരത്തോട് കാണിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി ഋഷി പറഞ്ഞതിന്റെ പേരില് അഞ്ജിതയോട് ഞാൻ മാപ്പ് ചോദിച്ചില്ലേ? പിന്നെ എന്തിനാ എന്നോട് ഈ പിണക്കം? എന്നോട് താൻ മിണ്ടണ്ട. എനിക്ക് വേണ്ടി താൻ ഒന്നും വെച്ചോണ്ടാക്കി തരേം വേണ്ട. ഋഷി, ചേച്ചി, ഞാനിത് പറയുന്നോണ്ട് ഋഷിക്ക് വിഷമമൊന്നും തോന്നരുത്. ഒരു ചേച്ചി അനിയനോട് പറയുന്നതായിട്ട് മാത്രമേ കണക്കാക്കാവൂ. എന്തിനാ നിങ്ങൾക്കിടയിൽ എന്നും ഒരു പിണക്കം? ഗോപിക അഞ്ജിതയോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ആ പ്രശ്നം അവിടെ കഴിഞ്ഞില്ലേ? ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇണക്കവും പിണക്കവും ഒക്കെ സഹജമാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായാല് അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. അധികം നീട്ടിക്കൊണ്ടു പോരുത്. ആ പിണക്കത്തിനെ അടുത്ത തലത്തിലെത്തിക്കരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇവിടെ കഴിഞ്ഞു. അതുകൊണ്ട് ഗോപിക കൊണ്ടുവന്ന ആഹാരം ഋഷി സന്തോഷത്തോടെ വാങ്ങണം. മുഖത്തോട് മുഖം നോക്കി നിൽക്കാതെ ഈ ലഞ്ച് ബോക്സ് അങ്ങ് വാങ്ങിക്ക ഋഷി. ചേച്ചി പറഞ്ഞോണ്ട് ഞാനിത് വാങ്ങുക. ഓഹോ, നോക്കി നിൽക്കാതെ ലഞ്ച് ബോക്സ് കൊടുക്ക ഋഷിക്ക്.
പിന്നെ ചേച്ചി പറഞ്ഞതുകൊണ്ടാ ഇദ്ദേഹം ലഞ്ച് ബോക്സ് വാങ്ങിയത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് വേണ്ടി ഇദ്ദേഹത്തോട് ചേച്ചി പറയണം, ആഹാരം മുഴുവൻ കഴിച്ചോണോന്ന്. ഇല്ലെങ്കിലേ ചിലപ്പോ എന്നോടുള്ള ദേഷ്യത്തില് ആൾ ഇതിനകത്ത് ആഹാരം എടുത്ത് വല്ല കുപ്പത്തൊട്ടിയിലും കളയും. ആ കേട്ടല്ലോ, ആഹാരം മുഴുവൻ കഴിച്ചേക്കണം. വെറുതെ എവിടെയെങ്കിലും വലിച്ചെറിയരുത് കേട്ടോ. ഇല്ലേച്ചി. അതെ, ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ രണ്ടുപേരുടെ അങ്ങ് നേരിട്ടായാ മതി. എനിക്കിനി ഇവളുടെ വക്താവാൻ പറ്റില്ല. ഏട്ടാ പോവാം. ആ പോവാം. വാ. പോയിട്ട് വരേ. പോയിട്ട് വരേ. അഭിയേട്ടാ, ലഞ്ച്. ഏട്ടാ വേഗം വണ്ടി എടുത്തേ. ആന്താടാ നിനക്ക് ലഞ്ച് വേണ്ടേ? ഒന്നും വേണ്ട, ഏട്ടൻ വേഗം വണ്ടി എടുക്ക്. ഈ ലഞ്ച് ബോക്സ് ഇപ്പൊ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ശരിയാവില്ല. അതെന്താടാ? അഭിയേട്ടാ, ലഞ്ച് വാങ്ങിക്കേ. അതൊക്കെ പറയാം, വണ്ടി എടുക്ക്. അഭിയേട്ടാ, അഭിയേട്ടാ. പിടിച്ചോ? അയ്യോ പിടിച്ചില്ല. പിടിച്ചോ? അയ്യേ മാലാക പിടിച്ചില്ലേ? കുയ് കുയ് കുയ്. അമ്മേ, അതെന്താ നിർത്തിക്കളഞ്ഞേ? കളിച്ചോ? അമ്മേ ഇന്ന് സ്കൂളിൽ പോവാണോ? അതെ. അമ്മേ ഇന്ന് കുട്ടനെ സ്കൂളിലേക്ക് വിളിക്കല്ലേ, കൂട്ടൻ വരില്ല. കുട്ടനും മാലാകയും ഇവിടെ നിന്ന് കളിച്ചോളാം. ആയിക്കോട്ടെ, ഞാൻ ഇന്നെന്നല്ല ഇനി ഒരിക്കലും കുട്ടനെ സ്കൂളിലേക്ക് വിളിക്കില്ല. കുട്ടന് മാലാഖയുള്ളപ്പോ ഞാനെന്തിനാ കുട്ടനെ കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നേ? അപ്പൊ എനിക്കിനി സ്കൂളിൽ പോകണ്ടല്ലോ. മാലാകെ ഇനി എനിക്കിനി സ്കൂളിൽ പോകണ്ടേ? ഇനി ശരി, പോണ്ട കൂട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.